ഇപ്പോൾ ട്രിഗ്നോമെട്രിക് ഐഡൻറ്റിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ആദ്യം നമുക്കിപ്പോൾ ഒരു ട്രയാങ്കിൾ, റൈറ്റ് ട്രയാങ്കിൾ ABC, റൈറ്റ് ആംഗിളിൻ്റെ ബി ആണ്. ഇതിൽ നമ്മൾ പൈതഗോറസ് തിയറം കൊടുക്കുകയാണെങ്കിൽ, അതായത് ഇത് 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് വരുന്ന സൈഡ് ഹൈപ്പോടെന്യൂസ് സൈഡ്. അപ്പോൾ AC² ഈക്വൽ ടു AB² പ്ലസ് BC² ആണ് പൈതഗോറസ് തിയറം. ഇനി ഈ ഒരു ഇക്വേഷൻ നമ്മൾ ഡിവൈഡിങ് ബൈ AC² ഹോൾ ഇക്വേഷനെ AC² കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ AC² ബൈ AC² ഈക്വൽ ടു AB² ബൈ AC² പ്ലസ് BC² ബൈ AC². അപ്പോൾ ഇവിടെ AC² ബൈ AC² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1, AB² ബൈ AC². ഇതിൽ AB² ബൈ AC², അതായത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാം. സൈൻ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ്, ആംഗിളിന് ഓപ്പോസിറ്റ് വരുന്ന സൈഡ്, ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോടെന്യൂസ് സൈഡാണ്. അതുപോലെ കോസ് തീറ്റ എന്ന് പറയുന്നത് അഡ്ജസൻറ്റ് സൈഡ്, ആംഗിളിന് അഡ്ജസൻ്റ് ആയിട്ട് വരുന്ന സൈഡ്, അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോടെന്യൂസ് ആണ്. അപ്പോൾ ഇവിടെ AB² ബൈ AC², AB എന്ന് പറയുന്നത് ഈ ആംഗിളിന് അഡ്ജസൻറ്റ് സൈഡ്, AC എന്ന് പറയുന്നത് ഹൈപ്പോടെന്യൂസ് സൈഡ്. അപ്പോൾ ഇതെന്തായി? ഇത് cos² തീറ്റയായി. പ്ലസ് BC ബൈ AC, തീറ്റയ്ക്ക് ഓപ്പോസിറ്റ് വരുന്ന സൈഡ് BC, BC ബൈ AC, BC ബൈ AC എന്ന് പറയുന്നത് സൈൻ തീറ്റ. അപ്പോൾ ഇവിടെ ഇത് sin² തീറ്റ. നമ്മുടെ ഫസ്റ്റ് ഐഡൻറ്റിറ്റി sin² തീറ്റ പ്ലസ് cos² തീറ്റ ഈക്വൽ ടു 1. ഇതാണ് ഇനി ഈ ഒരു ഐഡൻറ്റിറ്റിയെ നമ്മൾ ഇനി എന്ത് ചെയ്യുന്നു? cos² തീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഡിവൈഡിങ് ബൈ cos² തീറ്റ. അപ്പോൾ cos² തീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ sin² തീറ്റ ബൈ cos² തീറ്റ പ്ലസ് cos² തീറ്റ ബൈ cos² തീറ്റ ഈക്വൽ ടു 1 ബൈ cos² തീറ്റ. അപ്പോൾ ഇവിടെ sin² തീറ്റ ബൈ cos² തീറ്റ, സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്ന് പറയുന്നത് ടാൻ തീറ്റയാണ്. ടാൻ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ തീറ്റ ബൈ കോസ് തീറ്റയാണ്. അപ്പോൾ ഇവിടെ sin² തീറ്റ ബൈ cos² തീറ്റ എന്ന് പറയുന്നത് എന്താവും? tan² തീറ്റയായി. tan² തീറ്റ ഇതെന്തായി? 1 ഈക്വൽ ടു 1 ബൈ cos² തീറ്റ എന്ന് പറഞ്ഞാൽ 1 ബൈ കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീക്ക് തീറ്റയാണ്. 1 ബൈ കോസ് തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീക്ക് തീറ്റ. അപ്പോൾ ഇത് sec² തീറ്റയായി. അപ്പോൾ നമ്മുടെ അടുത്ത ഐഡൻറ്റിറ്റി sec² തീറ്റ മൈനസ് tan² തീറ്റ ഈക്വൽ ടു 1. അടുത്ത ഐഡൻറ്റിറ്റി sec² തീറ്റ മൈനസ് tan² തീറ്റ ഈക്വൽ ടു 1. അതായത് നമുക്ക് ഫസ്റ്റ് ഐഡൻറ്റിറ്റി sin² തീറ്റ പ്ലസ് cos² തീറ്റ ഈക്വൽ ടു 1. എന്നിട്ട് അതിനെ നമ്മൾ cos² തീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. cos² തീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ sin² ബൈ cos² എന്ന് പറഞ്ഞാൽ tan² തീറ്റയായി. അതുപോലെ 1 ബൈ cos² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് sec² തീറ്റയായി. അപ്പോൾ sec² തീറ്റ മൈനസ് tan² തീറ്റ ഈക്വൽ ടു 1. ഇനി അടുത്തത് നമ്മൾ ഇപ്പോൾ sin² തീറ്റ ബൈ cos² തീറ്റ ഈക്വൽ ടു 1 എന്ന് കിട്ടി. ഇതിനെ ഇനി എന്ത് ചെയ്യുക? നമ്മൾ ഇപ്പം നമ്മൾ cos² തീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇനി അടുത്തത് ഡിവൈഡിങ് ബൈ sin² തീറ്റ. sin² തീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ sin² തീറ്റ ബൈ sin² തീറ്റ പ്ലസ് cos² തീറ്റ ബൈ sin² തീറ്റ ഈക്വൽ ടു 1 ബൈ sin² തീറ്റ. അപ്പോൾ അവിടെ sin² ബൈ sin² എന്ന് പറഞ്ഞാൽ 1 ആയി. പ്ലസ് കോസ് ബൈ സൈൻ, അതായത് കോസ് ബൈ സൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോട്ട് തീറ്റയാണ്. കോട്ട് തീറ്റ. അപ്പോൾ ഇത് cot² തീറ്റയായി. ഇത് ഈക്വൽ ടു cosec² തീറ്റയാണ്. അതായത് 1 ബൈ സൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസിക് തീറ്റയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് കിട്ടുന്നത്? ഇതിനെ നമ്മൾ ഒരു ഓർഡറിൽ എഴുതുകയാണെങ്കിൽ cosec² തീറ്റ മൈനസ് cot² തീറ്റ ഈക്വൽ ടു 1. ഇതാണ് നമ്മുടെ അടുത്ത ഐഡൻറ്റിറ്റി.
അപ്പം അങ്ങനെ 3 ഐഡൻറ്റിറ്റി. ഒന്ന് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1, മറ്റൊന്ന് സീക്ക് സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1, കൊസിക് സ്ക്വയർ തീറ്റ മൈനസ് കോട്ട് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1. അപ്പോൾ ഇതിനാ നമ്മൾ ഓരോന്നനുസരിച്ച്, അതായത് സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് എഴുതാം. അതുപോലെ കോസ് സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ. അത് എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ളത്. അപ്പോൾ ആദ്യം സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1. അപ്പോൾ ഇതിനെ നമുക്ക് സൈൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് എഴുതാം. അതുപോലെ കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ. ഫസ്റ്റ് ഐഡൻറ്റിറ്റി ഇങ്ങനെയൊക്കെ എഴുതാം. ഇനി അടുത്തത് സീക്ക് സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ എഴുതാം? സീക്ക് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ. അതുപോലെ ടാൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു സീക്ക് സ്ക്വയർ തീറ്റ മൈനസ് 1. അതായത് ഇതിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോവാ, 1 ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. അപ്പോൾ ടാൻ സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് സീക്ക് സ്ക്വയർ തീറ്റ മൈനസ് 1. അടുത്ത ഐഡന്റിറ്റി കൊസിക് സ്ക്വയർ തീറ്റ മൈനസ് കോട്ട് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1. അപ്പോൾ കൊസിക് സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? 1 പ്ലസ് കോട്ട് സ്ക്വയർ തീറ്റ. അതുപോലെ കോട്ട് സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് കൊസിക് സ്ക്വയർ തീറ്റ മൈനസ് 1 ആണ്. ഇത്രയും അറിഞ്ഞാൽ നമുക്ക് ഈ എക്സസൈസ് എല്ലാം ചെയ്യാൻ എളുപ്പമുണ്ടാവും. അതുപോലെ നമ്മൾ ടാൻ തീറ്റ എന്ന് പറയുന്നത് സൈൻ തീറ്റ ബൈ കോസ് തീറ്റയാണ്. അതുപോലെ കോട്ട് തീറ്റ എന്ന് പറയുന്നത് കോസ് തീറ്റ ബൈ സൈൻ തീറ്റ. ടാൻ തീറ്റ സൈൻ ബൈ കോസ്, കോട്ട് തീറ്റ എന്ന് പറയുന്നത് കോസ് ബൈ സൈൻ ആണ്. അതായത് ടാൻ തീറ്റ എന്ന് പറയുന്നത് 1 ബൈ കോട്ട് തീറ്റയാണ്. ഇനി സൈൻ തീറ്റ ഈക്വൽ ടു 1 ബൈ കൊസിക് തീറ്റയാണ്. അതുപോലെ കോസ് തീറ്റ എന്ന് പറയുന്നത് 1 ബൈ സീക്ക് തീറ്റയാണ്. അതായത് ഇങ്ങനെ എഴുതാം. ഇല്ലെങ്കിൽ കൊസിക് തീറ്റ ഈക്വൽ ടു 1 ബൈ സൈൻ തീറ്റ. അതുപോലെ സീക്ക് തീറ്റ ഈക്വൽ ടു 1 ബൈ കോസ് തീറ്റ. കോട്ട് തീറ്റ ഈക്വൽ ടു 1 ബൈ ടാൻ തീറ്റ. അടുത്ത എക്സസൈസ് നോക്കാം. എക്സസൈസ് 8.4 ഫസ്റ്റ് ക്വസ്റ്റ്യൻ എക്സ്പ്രസ് ദ ട്രിഗ്നോമെട്രിക് റേഷ്യോ സൈൻ എ സീക്ക് ആൻഡ് ടാൻ എ ഇൻ ടേംസ് ഓഫ് കോട്ടെ. കോട്ടേൻ്റെ ടേംസിൽ എഴുതുക, സൈനേനെയും സീക്കയെയും ടാനെയും. അപ്പോൾ സൈനേനെ നമുക്ക് കോട്ടേൻ്റെ ടേംസിൽ എഴുതണമെങ്കിൽ സൈനെ അപ്പോൾ കോട്ടിലേക്ക് മാറ്റണം. അപ്പോൾ അത് നമ്മുടെ ഐഡൻറ്റിറ്റി കൊസിക് സ്ക്വയർ എ മൈനസ് കോട്ട് സ്ക്വയർ എ ഈക്വൽ ടു 1. അതിൽ കൊസിക് സ്ക്വയർ എ എന്ന് പറയുന്നത് എന്താണ്? 1 പ്ലസ് കോട്ട് സ്ക്വയർ എ ആണ്. അപ്പോൾ ഈ കൊസിക് സ്ക്വയർ എ നമുക്കറിയാം എന്താണ്? കൊസിക് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 1 ബൈ സൈൻ എ ആണ്. അപ്പോൾ സൈൻ എ ഇതിനെ നമ്മൾ എന്ത് ചെയ്യുക? 1 ബൈ സൈൻ സ്ക്വയർ എ ഈക്വൽ ടു 1 പ്ലസ് കോട്ട് സ്ക്വയർ എ എന്ന് എഴുതി. നമുക്ക് എന്താണ് വേണ്ടത്? സൈൻ എ ആണ് വേണ്ടത്. അപ്പോൾ ഇതിൻ്റെ റെസിപ്രോക്കൽ സൈൻ സ്ക്വയർ എ ഈക്വൽ ടു 1 ബൈ 1 പ്ലസ് കോട്ട് സ്ക്വയർ എ. നമ്മളതിനെ തിരിച്ചെഴുതി. ഇനി സൈൻ എ ആണ് നമുക്ക് കാണേണ്ടത്. സൈൻ എ എന്ന് പറയുന്നത് എന്താണ്? റൂട്ട് ഓഫ് സൈൻ സ്ക്വയർ എ ആണ് ഇത്. അപ്പോൾ സൈൻ എ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ സ്ക്വയർ റൂട്ട് 1 പ്ലസ്, അതായത് 1 ബൈ 1 പ്ലസ് കോട്ട് സ്ക്വയർ എ. ഇതാണ് നമ്മുടെ സൈൻ എ എന്ന് പറയുന്നത്. സൈൻ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് റൂട്ട് ഓഫ് 1 ബൈ 1 പ്ലസ് കോട്ട് സ്ക്വയർ എ ആണ്. അപ്പോൾ നിങ്ങൾ എക്സ് സ്ക്വയർ ഈക്വൽ ടു 4 ആണെങ്കിൽ എക്സ് എങ്ങനെ എഴുതുക? എക്സ് ഇസ് ഈക്വൽ ടു റൂട്ട് 4 എഴുതുന്നു. അതുപോലെ ഇവിടെ സൈൻ സ്ക്വയർ എ ആണ്. ഇത് അങ്ങനെയാണെങ്കിൽ സൈൻ എ എന്ന് പറയുമ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 1 ബൈ 1 പ്ലസ് കോട്ട് സ്ക്വയർ എ. ഇനി നമുക്ക് എന്താ വേണ്ടത്? സി കെ. സി കെ ഇൻ ടേംസ് ഓഫ് കോട്ടയിലേക്ക് വേണം. അപ്പോൾ സീക്ക് സ്ക്വയർ എ മൈനസ് ടാൻ സ്ക്വയർ എ ഈക്വൽ ടു 1. അപ്പോൾ സീക്ക് സ്ക്വയർ എ എന്ന് പറയുന്നത് 1 പ്ലസ് ടാൻ സ്ക്വയർ എ ആയി. ഇവിടെ എന്ത് ചെയ്യുക? ടാൻ എന്ന് പറയുന്നത് നമുക്ക് കോട്ടിൻ്റെ ടേംസിലേക്കാണ് വേണ്ടത്. അപ്പോൾ 1 പ്ലസ് 1 ബൈ കോട്ട് സ്ക്വയർ എ എന്ന് എഴുതുക. ഇപ്പോൾ സീക്ക് സ്ക്വയർ എ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. സീക്ക് സ്ക്വയർ എ എന്ന് പറഞ്ഞാൽ ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക.
1 into cot square A, cot square A. Cot square A plus 1 by cot square A. Cot square A plus 1 by cot square A ആണ് എന്ത്? sec square A. നമുക്ക് sec ആണ് വേണ്ടത്. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് sec എന്ന് പറയുമ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് cot square A plus 1 ഡിവൈഡ് ബൈ cot square A. ഇതിനെ ഇനി എന്ത് ചെയ്യുക? ഇതിനെ റൂട്ടിൽ നിന്ന് പുറത്ത് വരുമ്പോൾ കോട്ട് ചെയ്യാം. അപ്പോൾ റൂട്ട് ഓഫ് 1 പ്ലസ് cot square A by cot A. ഇതാണ് എന്ത്? sec A. ഇനി അടുത്തത് tan A in terms of cot A. അപ്പോൾ tan A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 1 by cot A. അപ്പോൾ അത് കോട്ടിൻ്റെ ടേംസിലേക്ക് മാറ്റി. അപ്പോൾ ഒരു സൈൻ എയെ കോട്ടിൻ്റെ ടേംസിലേക്ക് മാറ്റി, അതുപോലെ sec A കോട്ടിൻ്റെ ടേംസിലേക്ക് മാറ്റി, tan A കോട്ടിൻ്റെ ടേംസിലേക്ക് മാറ്റി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. Second question, write all other trigonometric ratios of angle A in terms of sec. sec ന്റെ ടേംസിൽ എഴുതുക എല്ലാ ട്രിഗ്നോമെട്രിക് റേഷ്യോ. അപ്പോൾ ആദ്യം സൈൻ എ. സൈൻ എ എന്ന് പറയുന്നത് നമുക്കറിയാം സൈൻ സ്ക്വയർ എ ഈക്വൽ ടു 1 മൈനസ് കോസ് സ്ക്വയർ എ ആണ്. സൈൻ സ്ക്വയർ എ പ്ലസ് കോസ് സ്ക്വയർ എ ഈക്വൽ ടു 1, സൈൻ സ്ക്വയർ എ ഈക്വൽ ടു 1 മൈനസ് കോസ് സ്ക്വയർ എ. ഇതിൽ 1 മൈനസ് കോസ് എ എന്ന് പറയുന്നത് എന്താ? 1/6 sec square A. അപ്പോൾ നമുക്ക് ആദ്യം cos A ഈക്വൽ ടു 1/sec. അപ്പോൾ cos A നമ്മൾ സീക്കിൻ്റെ ടേംസിലേക്ക് മാറ്റി. ഇനി സെക്കൻഡ് സൈൻ സ്ക്വയർ എ എന്ന് പറയുന്നത് 1 മൈനസ് കോസ് സ്ക്വയർ എ ആണ്. അപ്പോൾ 1 മൈനസ് 1/sec സ്ക്വയർ എ. ഇനി sec സ്ക്വയർ എ മൈനസ് 1/sec സ്ക്വയർ എ ആണ്. ഇത് സൈൻ സ്ക്വയർ എ ആണ്. നമുക്ക് എന്താണ് വേണ്ടത്? സൈൻ എ. സൈൻ എ എന്ന് പറയുമ്പോൾ ഇതിനെ റൂട്ട് ചെയ്യുക. റൂട്ട് ഓഫ് sec square A minus 1/sec square A. അപ്പോൾ ഇതിൽ റൂട്ട് ഓഫ് sec square A minus 1/sec എന്ന് കിട്ടും. ഇതാണ് സൈൻ എ. ഇനി കൊസിക് എ. കൊസിക് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 1/sin A ആണ്. അപ്പോൾ 1/sin A എന്ന് പറയുമ്പോൾ ഇതിനെ തിരിച്ചെഴുതുക. sec ബൈ റൂട്ട് ഓഫ് sec square A മൈനസ് 1. അപ്പോൾ കൊസിക് എ ആയി. ഇനി ടാൻ എ കാണണം. അപ്പോൾ നമുക്കറിയാം ടാൻ സ്ക്വയർ എ എന്ന് പറയുന്നത് എന്താണ്? sec സ്ക്വയർ എ മൈനസ് 1 ആണ്. അതായത് sec സ്ക്വയർ എ മൈനസ് ടാൻ സ്ക്വയർ എ ഈക്വൽ ടു 1. അപ്പോൾ ടാൻ സ്ക്വയർ എ എന്ന് പറയുന്നത് sec സ്ക്വയർ എ മൈനസ് 1. അപ്പോൾ ടാൻ എ എന്ന് പറയുന്നത് എന്ത് എഴുതിയാൽ മതി? റൂട്ട് ഓഫ് sec സ്ക്വയർ എ മൈനസ് 1. ഇനി കോട്ട് എ എന്ന് പറയുന്നത് 1/tan A ആണ്. അപ്പോൾ ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? 1/sec സ്ക്വയർ എ മൈനസ് 1. റൂട്ടിനുള്ളിൽ sec സ്ക്വയർ എ മൈനസ് 1. അപ്പോൾ 1, 2, 3, 4, 5 ട്രിഗ്നോമെട്രിക് റേഷ്യോസിനെയും നമ്മൾ സീക്കിൻ്റെ ടൈംസിലേക്ക് മാറ്റി എഴുതി. ഇനി അടുത്തത് അപ്പോൾ തേർഡ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇല്ല, ഒഴിവാക്കിയ പോർഷനാണ്. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ. അതിൽ ഫസ്റ്റ് 9 sec സ്ക്വയർ എ മൈനസ് 9 tan സ്ക്വയർ എ. അപ്പോൾ അതിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? 9 കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുക. അപ്പോൾ sec സ്ക്വയർ എ മൈനസ് tan സ്ക്വയർ എ. sec സ്ക്വയർ എ മൈനസ് tan സ്ക്വയർ എ എന്താണ്? 1 ആണ്. അപ്പോൾ 9 × 1 ഈക്വൽ ടു 9. ഇനി സെക്കൻഡ് 1 പ്ലസ് tan തീറ്റ പ്ലസ് sec തീറ്റ ഇൻറ്റു 1 പ്ലസ് കോട്ട് തീറ്റ മൈനസ് കൊസിക് തീറ്റ. അപ്പോൾ ഇതിനെങ്ങനെ ചെയ്യാന്നുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ടാൻ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം സൈൻ തീറ്റ ബൈ കോസ് തീറ്റ. sec തീറ്റ എന്ന് പറഞ്ഞാൽ 1/cos തീറ്റ. അതുപോലെ കോട്ട് തീറ്റ എന്ന് പറയുന്നത് കോസ് തീറ്റ ബൈ സൈൻ തീറ്റ. കൊസിക് തീറ്റ എന്ന് പറയുന്നത് 1/sin തീറ്റ. നമ്മളിതിനെ മാറ്റും. 1 പ്ലസ് സൈൻ തീറ്റ ബൈ കോസ് തീറ്റ പ്ലസ് 1/cos തീറ്റ. ഇതിനെ മാറ്റി. ഇനി 1 പ്ലസ് കോട്ട് തീറ്റ എന്ന് പറയുന്നത് ഇതിനെ തിരിച്ചെഴുതുക. ടാനിനെ തിരിച്ചെഴുതിയാൽ കോസ് തീറ്റ ബൈ സൈൻ തീറ്റ. അതുപോലെ കൊസിക് തീറ്റ എന്ന് പറയുന്നത് 1/sin തീറ്റ ആണ്. ഇനി നമ്മൾ അടുത്തത് LCM. അപ്പോൾ ഇത് ഡിനോമിനേറ്ററിൽ 1 ആണെന്നുള്ളത്, ഇവിടെ രണ്ടിലും കോസ് തീറ്റ ഉണ്ട്. അപ്പോൾ ഈ കോസ് തീറ്റ കൊണ്ട് ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ. അപ്പോൾ 1 × cos തീറ്റ കോസ് തീറ്റ പ്ലസ് സൈൻ തീറ്റ പ്ലസ് 1 ഡിവൈഡ് ബൈ കോസ് തീറ്റ ഇൻറ്റു ഇവിടെ സൈൻ തീറ്റ
സൈൻ കൊണ്ട് മൾട്ടിപ്ലൈ സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റ മൈനസ് 1 ഡിവൈഡ് ബൈ സൈൻ തീറ്റ. ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇത് കോസ് തീറ്റ പ്ലസ് സൈൻ തീറ്റ, അതായത് എ എന്നെടുക്കുക. കോസ് തീറ്റ പ്ലസ് സൈൻ തീറ്റ എന്നുള്ളത് എ, ബി എന്ന് പറയുന്നത് അവിടെ 1. ഇത് എ ഇത്രയും എ പ്ലസ് ബി, എ മൈനസ് ബി, എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് പറയുന്നത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? കോസ് തീറ്റ പ്ലസ് സൈൻ തീറ്റ ഹോൾ സ്ക്വയർ. എ എന്നുള്ളത് കോസ് തീറ്റ പ്ലസ് സൈൻ തീറ്റയാണ്, മൈനസ് ബി എന്ന് പറയുന്നത് 1 ആണ്, 1 സ്ക്വയർ ഡിവൈഡ് ബൈ ഇത് 2 ഇൻറ്റു ആയതുകൊണ്ട് കോസ് തീറ്റ സൈൻ തീറ്റ എന്ന് വരുള്ളൂ. ഇനി ഇതിനെ നമ്മൾ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ, എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. അപ്പോൾ ഇവിടെ എന്റെ പ്ലേസിൽ കോസ് തീറ്റ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് 2 ഇൻറ്റു കോസ് തീറ്റ സൈൻ തീറ്റ എ ബി പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ ബി സ്ക്വയർ മൈനസ് 1 ഡിവൈഡ് ബൈ കോസ് തീറ്റ സൈൻ തീറ്റ എന്ന് വന്നു. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് കോസ് സ്ക്വയർ തീറ്റയും സൈൻ സ്ക്വയർ തീറ്റയും ആഡ് ചെയ്താൽ എത്രയാണ്? 1. അപ്പോൾ അത് ഈക്വൽ ടു, അതായത് 1 മൈനസ് ഇവിടെ ഒരു -1 ഉണ്ട്, പ്ലസ് ഈ 2 കോസ് തീറ്റ സൈൻ തീറ്റ അതേപോലെ ഇത് കോസ് തീറ്റ സൈൻ തീറ്റ ഡിവൈഡ് ബൈ കോസ് തീറ്റ സൈൻ തീറ്റ എന്ന് വരും. അതിൽ -1 പ്ലസ് 1 ഇത് രണ്ടുമാണ് ആഡ് ചെയ്തിട്ട് 1 ആകുന്നത്. അതായത് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എന്നുള്ളത് ഐഡൻറ്റിറ്റിയാണ് 1. 1ഉം ഈ -1ഉം ക്യാൻസൽ ആയി പോയിട്ട് 2 കോസ് തീറ്റ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ സൈൻ തീറ്റ എന്ന് വരും. 2 കോസ് തീറ്റ സൈൻ തീറ്റ ഡിവൈഡ് ബൈ കോസ് തീറ്റ സൈൻ തീറ്റ. അതിൽ ഇത് രണ്ടും ക്യാൻസൽ ആവും, ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ആണ് ആൻസർ. അപ്പോൾ ഇതിൽ അത്രയേ ഉള്ളൂ. ഇവിടെ ഓർമ്മിക്കുക എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി, അപ്പോൾ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് വരും. അതിനുശേഷം ഇതിനെ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ചെയ്യുക, എക്സ്പാൻഡ് ചെയ്തതിന് ശേഷം കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ 1 കൊടുക്കുമ്പോൾ 1 - 1 ക്യാൻസൽ ആയിട്ട് നമുക്ക് 2 എന്നുള്ള ആൻസർ കിട്ടും. അപ്പോൾ അതിൽ തേർഡ് സി കെ പ്ലസ് ടാൻ എ ഇൻറ്റു 1 മൈനസ് സൈൻ എ. ഇവിടെ സി കെ എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ എഴുതാം 1 ബൈ കോസ് എന്ന് എഴുതുക. അതുപോലെ ടാൻ എ എന്ന് പറയുന്നത് സൈൻ എ ബൈ കോസ് എന്ന് എഴുതുക ഇൻറ്റു 1 മൈനസ് സൈൻ എ. ഇനി ഇതിൽ നോക്കുകയാണെങ്കിൽ രണ്ടിലും ഡിനോമിനേറ്റർ സെയിം ആണ്. അപ്പോൾ നമുക്കിതെങ്ങനെ എഴുതാം? 1 പ്ലസ് സൈൻ എ ഇൻറ്റു 1 മൈനസ് സൈൻ എ ഡിവൈഡ് ബൈ കോസ് എ. അതായത് ഇൻറ്റു ആയതുകൊണ്ട് ആ കോസ് അതേപോലെ എഴുതി. ഇവിടെ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി, എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അപ്പോൾ 1 മൈനസ് സൈൻ സ്ക്വയർ, അതായത് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഫോമിലാണ് അവിടെ ഉള്ളത്. എ എന്നുള്ളത് 1, ബി എന്നുള്ളത് സൈന്. അപ്പോൾ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ഇത് നമുക്ക് എങ്ങനെ എഴുതാം? 1 മൈനസ് സൈൻ സ്ക്വയർ എ ബൈ കോസ് സ്ക്വയർ കോസ് എ എന്ന് വരും. 1 മൈനസ് സൈൻ സ്ക്വയർ എ എന്താണ്? കോസ് സ്ക്വയർ എ. അപ്പോൾ കോസ് സ്ക്വയർ എ ബൈ കോസ് എ ദാറ്റ് ഈസ് ഈക്വൽ ടു ഒരു കോസ് എ ക്യാൻസൽ ആയിട്ട് നമുക്ക് കോസ് എ എന്ന് കിട്ടും. കോസ് സ്ക്വയർ എ എന്ന് പറയുന്നത് കോസ് എ ഇൻറ്റു കോസ് എ ആണ് ഡിവൈഡ് ബൈ കോസ് എ. അപ്പോൾ കോസ് എ അവിടെ ക്യാൻസൽ ആയപ്പോൾ ഇവിടെ ആൻസർ കിട്ടുന്നത് കോസ് എ. ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ ഫോർത്ത് ക്വസ്റ്റ്യൻ 1 പ്ലസ് ടാൻ സ്ക്വയർ എ ബൈ 1 പ്ലസ് കോട്ട് സ്ക്വയർ എ. നമുക്കറിയാം 1 പ്ലസ് ടാൻ സ്ക്വയർ എ എന്താണ്? സീക്ക് സ്ക്വയർ എ ആണ്. അതുപോലെ 1 പ്ലസ് കോട്ട് സ്ക്വയർ എ എന്ന് പറയുന്നത് കൊസിക് സ്ക്വയർ എ ആണ്. ഐഡന്റിറ്റി യൂസ് ചെയ്തു. അപ്പോൾ സീക്ക് സ്ക്വയർ എ ബൈ കൊസിക് സ്ക്വയർ എ എന്ന് കിട്ടി. ഇവിടെ സി കെ എന്ന് പറയുന്നത് എന്താണ്? 1 ബൈ കോസ് എ ആണ്. അതുപോലെ കൊസിക് എ എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം? നമുക്ക് 1 ബൈ സൈൻ എ എന്ന് എഴുതാം. അപ്പോൾ 1 ബൈ കൊസിക് എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം? ഇവിടെ ഇപ്പോൾ കൊസിക് ഡിനോമിനേറ്ററിലാണുള്ളത്. 1 ബൈ കൊസിക് എ എന്ന് പറയുന്നത് സൈൻ എ എന്ന് എഴുതാൻ കഴിയും. അപ്പോൾ 1 ബൈ കൊസിക് സ്ക്വയർ എ എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം? സൈൻ സ്ക്വയർ എ എന്ന് എഴുതാം. 1 ബൈ കൊസിക് എ എന്ന് പറയുന്നത് സൈൻ എ ആണ്. അപ്പോൾ ഇവിടെ 1 ബൈ കൊസിക് സ്ക്വയർ എ ആണെന്നുള്ളത്. അപ്പോൾ അതിനെ നമ്മൾ സൈൻ സ്ക്വയർ എ എഴുതി. സീക്ക് സ്ക്വയർ സി കെ എന്ന് പറയുന്നത് 1 ബൈ കോസ് എ ആണ്. അപ്പോൾ സീക്ക് സ്ക്വയർ എ എന്ന് പറയുന്നത് 1 ബൈ കോസ് സ്ക്വയർ എ. അപ്പോൾ ഇതെന്തായി മാറി? സൈൻ സ്ക്വയർ എ ബൈ കോസ് സ്ക്വയർ എ. സൈൻ സ്ക്വയർ എ ബൈ കോസ് സ്ക്വയർ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാൻ സ്ക്വയർ എ. അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫിഫ്തിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പ്രൂവ് ദാറ്റ് കൊസിക് തീറ്റ മൈനസ് കോട്ട് തീറ്റ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 1 മൈനസ് കോസ് തീറ്റ ബൈ 1 പ്ലസ് കോസ് തീറ്റ. അപ്പോൾ നമുക്ക് ഇത് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്.
അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ. ഇത് കണ്ട ഉടനെ നമ്മൾ ഹോൾ സ്ക്വയർ ചെയ്യാൻ പാടില്ല. കാരണം നമുക്ക് RHS എന്താ പ്രൂവ് ചെയ്യേണ്ടത്? 1 മൈനസ് കോസ് തീറ്റ ബൈ 1 പ്ലസ് കോസ് തീറ്റ. അപ്പോൾ ഇതിനെ നമ്മൾ മാറ്റി എഴുതണം, എങ്കിൽ മാത്രമേ ഇതിലേക്ക് എത്താൻ കഴിയൂ. അപ്പോൾ കൊസിക് തീറ്റ എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം? 1 ബൈ സൈൻ തീറ്റ എന്ന് എഴുതാം. അതുപോലെ കോസ് തീറ്റ, കോഡ് തീറ്റ എന്ന് പറയുന്നത് കോസ് തീറ്റ ബൈ സൈൻ തീറ്റ. അപ്പോൾ നമ്മൾ LHS എടുക്കുന്നു. ഇവിടെ കൊസിക് തീറ്റ എന്ന് പറയുന്നത് എന്താണ്? 1 ബൈ സൈൻ തീറ്റ മൈനസ് 1 ബൈ സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ ബൈ സൈൻ തീറ്റ ഹോൾ സ്ക്വയർ. അപ്പോൾ അടുത്തത് നമ്മൾ എന്താ ചെയ്യുന്നതിൽ സൈൻ തീറ്റ കോമൺ ആയിട്ടുണ്ട്. അപ്പോൾ അതിന് സൈൻ തീറ്റ എന്ന് ഒരുമിച്ച് എഴുതി 1 മൈനസ് കോസ് തീറ്റ ഇങ്ങനെ എഴുതാം. ഇതിന് ഹോൾ സ്ക്വയർ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്തിരുന്നു. ഹോൾ സ്ക്വയർ സൈൻ തീറ്റ ഇൻറ്റു സൈൻ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ സ്ക്വയർ തീറ്റ. ഇനി എന്ത് ചെയ്യുക? നമുക്ക് ഇവിടെ 1 മൈനസ് കോസ് തീറ്റ ബൈ 1 പ്ലസ് കോസ് തീറ്റ ഉണ്ട്. അപ്പോൾ ഡിനോമിനേറ്ററിൽ 1 പ്ലസ് കോസ് തീറ്റ കിട്ടണം. അപ്പോൾ നമുക്കറിയാം സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് എന്താ? 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇതിനെ മാറ്റി എഴുതുന്നു. 1 മൈനസ് കോസ് തീറ്റ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ. അപ്പോഴും അതിലേക്ക് എത്തിയില്ല. ഇവിടെ 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റയാണുള്ളത്. അതായത് 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഐഡൻറ്റിറ്റി, അതായത് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. അപ്പോൾ അതെങ്ങനെ ചെയ്താൽ 1 പ്ലസ് കോസ് തീറ്റ ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ. അപ്പോൾ ഇതിനെ നമ്മൾ അതുപോലെ മാറ്റി എഴുതുന്നു. അതായത് ഇത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ, എ സ്ക്വയർ 1 സ്ക്വയർ എന്താ 1 മൈനസ് ബി സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ. അപ്പോൾ മുകളിലൊന്നും ചെയ്യുന്നില്ല. 1 മൈനസ് കോസ് തീറ്റ ഹോൾ സ്ക്വയർ അതേപോലെ വെച്ചു. ഇവിടെ 1 പ്ലസ് കോസ് തീറ്റ ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ എന്ന് എഴുതി. ഇതിൽ 1 മൈനസ് കോസ് തീറ്റ, ഈ 1 മൈനസ് കോസ് തീറ്റ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മൈനസ് കോസ് തീറ്റ ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ. അതിൽ 1 മൈനസ് കോസ് തീറ്റ ഒരു 1 മൈനസ് കോസ് തീറ്റ ക്യാൻസൽ ആയിപ്പോവും. അപ്പോൾ നമുക്ക് ബാക്കി 1 മൈനസ് കോസ് തീറ്റ ഡിവൈഡ് ബൈ 1 പ്ലസ് കോസ് തീറ്റ. അതിൽ ഓർമ്മിക്കുക 1 മൈനസ് കോസ് തീറ്റ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 മൈനസ് കോസ് തീറ്റ ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റയാണ്. അതിലൊന്നാണ് ക്യാൻസൽ ആയി പോകുന്നത്, ക്യാൻസൽ ആയിപ്പോയി. അപ്പോൾ 1 മൈനസ് കോസ് തീറ്റ ബൈ 1 പ്ലസ് കോസ് തീറ്റ ദാറ്റ് ഈസ് ഈക്വൽ ടു RHS. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യുന്നത്. ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ഒന്ന് സബ്സ്ക്രൈബ്